ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുവാനും ദൈവത്തോട് അടുക്കുവാനും സാധാരണ മനുഷ്യർ ശ്രമിക്കുന്നത് ഒന്നുകിൽ രോഗിയായി തീർന്നിട്ട് അവരുടെ കഴിവിനൊത്തവണ്ണം ചികിത്സിച്ച് നോക്കുകയും എന്നാൽ അതിൽ നിന്നും യാതൊരു ഫലവും കണ്ടെത്തുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവർ ദൈവത്തെ അന്വേഷിച്ച് ചർച്ചുകളിലും കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെയും നടക്കുന്ന വചനങ്ങളെ ശ്രവിക്കുവാൻ പോവുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത്. മറ്റു ചിലരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ നിമിത്തം ആത്മഹത്യയുടെ വക്കോളം എത്തി പിന്നെ മറ്റൊരു മാർഗമില്ല എന്ന് കാണുമ്പോഴാണ് ദൈവത്തെ വിളിക്കുകയും ആലയങ്ങളിൽ പോയി ദൈവത്തെ അന്വേഷിച്ച് ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ മനുഷ്യനിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിവില്ലാതെ വരുമ്പോഴാണ് അവർ ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തിൻ്റെ വചനങ്ങളെ ശ്രവിക്കുവാനും സാധാരണ നാം ഓരോരുത്തരും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. വചനം കേൾക്കുന്നത് കൊണ്ട് മാത്രമല്ല, അത് ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആത്മാവിന്മേൽ എഴുതപ്പെടുമ്പോഴാണ് ആ വചനം നമുക്ക് പ്രയോജനകരമാകുന്നത്. ഒരു രോഗിയായി തീർന്ന് ഒരു പരിഹാരവും കിട്ടാത്ത ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നത് അവൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന് നിലനിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അവൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നത് അവൻ്റെ പ്രശ്ന പരിഹാരത്തിനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തമാണ് ദൈവത്തെ അന്വേഷിച്ചു പോകുന്നതെങ്കിൽ അവർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വചനങ്ങളും വചനപ്രഘോഷങ്ങളും ഒക്കെ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. അങ്ങനെ ഉള്ളവർ സൗഖ്യം പ്രാപിക്കുന്നു. പിന്നെ ദൈവവുമായിട്ട് യാതൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയാതെ അവർ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിലരാണെങ്കിൽ ഓടി നടന്ന് വചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം പല സ്ഥലങ്ങളിലും പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, ഞാനിത് നിന്നോട് ആജ്ഞാപിക്കുന്ന ദൈവം തന്റെ ജനത്തോട് അറിയിക്കുന്നത്, നാം ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി ചെന്ന് വന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം വചനം കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല നമ്മൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് ദൈവവചനം കൊണ്ടുവരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന്റെ അക്കരെയുമല്ല, അത് സമുദ്രത്തിന്റെ അങ്ങ് അപ്പുറത്തുള്ളതുമല്ല. ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം നമ്മൾ പല സ്ഥലങ്ങളിലും ഓടി നടക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒന്നുകിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയോ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുവാനോ വേണ്ടിയാണ്. എന്നാൽ ദൈവം തന്റെ ജനത്തോട് പറയുന്നത് ദൈവവചനത്തിന് വേണ്ടി
സ്വർഗത്തിൽ കയറി ആര് കൊണ്ടുവരും എന്ന് പറയുവാൻ തക്കവണ്ണം ഈ ദൈവവചനം സ്വർഗത്തിലല്ല ഉള്ളത്. സമുദ്രത്തിന്റെ അറ്റത്ത് പോയി സമുദ്രവും കടന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം അത് സമുദ്രത്തിന്റെ അപ്പുറത്തുമല്ല ദൈവവചനം ഉള്ളത്. പിന്നെ എവിടെ എന്നാണ് ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നത്? നീ അനുസരിപ്പാൻ തക്കവണ്ണം, നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. നമ്മൾ ലളിതമായ ഒരു കാര്യം ചിന്തിച്ചാൽ പല മനുഷ്യരിലും കുറച്ചെങ്കിലും നന്മയുള്ള അവരുടെ മനസ്സിൽ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യരുത്, പാടില്ല എന്നൊരു ഉൾവിളി പോലെ ചിന്തിക്കുന്നവരുണ്ട്. പലർക്കും അങ്ങനെ ഒരു അഭിപ്രായം അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ. ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇസ്രായേൽ ജനങ്ങളുടെ അധരങ്ങളിലും ഹൃദയത്തിലുമുണ്ട്. നമ്മൾ ആത്മീയമായി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും. ഇനി യേശു പറഞ്ഞൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനാണ്. ഇത് യേശു തൻ്റെ ശിഷ്യന്മാരോടും കൂടി വന്ന ജനത്തോടും പറയുന്നതാണ്. നിങ്ങൾ എൻ്റെ വചനങ്ങൾ ലഭിച്ച് പ്രമാണിക്കുക. നമ്മൾ പലരും ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നു. മിക്കവാറും ചെയ്യുന്നത് എന്താണ്? കേൾക്കുന്നു. ചിലരത് ഹൃദയം കൊണ്ട് ഇത് ഞാൻ വായിച്ചിട്ടുള്ള വചനമാണ്, ഇത് ഞാൻ മുമ്പ് ഇന്ന ആള് പറയുന്ന വചനമാണ്. ഇങ്ങനെ ദൈവവചന പ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുന്നതല്ലാതെ ഈ വചനം നമ്മുടെ അന്തരംഗത്തിലുണ്ടോ, ഈ വചനം നിമിത്തം എൻ്റെ ആത്മാവിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ, അതെൻ്റെ ജീവിതത്തിൽ പ്രയോജനകരമായി തീർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് അപൂർവം പേരാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശു പറഞ്ഞത് എൻ്റെ വചനം ലഭിച്ചു. ഉദാഹരണമായിട്ട് നമുക്കൊരു മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ, ഒരു മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ അവന് ദാഹിക്കുകയാണ്. അപ്പോൾ അവൻ ഒരു സുഹൃത്തിനെ കണ്ടിട്ട് പറയാണ്, എനിക്ക് വെള്ളം ദാഹിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. സുഹൃത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അവന് വെള്ളം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ വെള്ളം അവന് പ്രയോജനകരമാകുന്നത് എപ്പോഴാണ്? അവൻ വെള്ളം കുടിച്ച് അവൻ്റെ ദാഹം തീരുമ്പോഴാണ് ആ വെള്ളം അവന് പ്രയോജനകരമാകുന്നത്. ഇന്ന് നാം കാണുന്ന സഭകളിലാകട്ടെ വിശ്വാസികളുടെ ജീവിതത്തിലാകട്ടെ മിക്കവാറും പേരുടെയും അഭിപ്രായങ്ങൾ ഞാൻ കേട്ട് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അവർ വചനങ്ങൾ കേൾക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള വചനങ്ങൾ കേട്ടിട്ട് ഇത് കൊള്ളാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ വചനങ്ങൾ നല്ലതാണ്, മനസ്സിന് അത് സന്തോഷമാണ്. ഒരു രോഗി വന്ന് വചനം കേട്ടാൽ, രോഗസൗഖ്യത്തിനുള്ള വചനങ്ങൾ കേട്ടാൽ അവന് ഇഷ്ടമാണ്. പ്രതികൂലങ്ങളിലിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഇഷ്ടമാണ്. പക്ഷേ യഥാർത്ഥ ദൈവത്തിൻ്റെ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തി എന്ന് ഹിതപരിശോധന ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വചനം കേൾക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് നമ്മളിൽ പലരും പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വചനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് കൊണ്ടല്ല, അത് ദൈവത്താൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിന്മേൽ എഴുതപ്പെടുകയാണ്. അതൊരിക്കലും മറന്നു പോകുന്നതല്ല. നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിരുന്നാലും ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാണ് വചനങ്ങൾ ലഭിച്ച് അനുസരിക്കുക. അപ്പോൾ കൽപ്പനകൾ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു പറഞ്ഞ ഓരോ ഉപദേശങ്ങളും ഇതിൽ പെടുന്നതാണ്. നിങ്ങൾ അനുസരിക്കേണ്ടതിന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൽപ്പനയായിട്ട് തന്നെയാണ് നമ്മളതിനെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ദൈവത്തെ അറിയുവാൻ വേണ്ടി ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല? സഭകളിൽ പോവുകയോ, എനിക്ക് സഭയിൽ പോയി ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി എനിക്ക് ദൈവത്തെ അറിയണം, ദൈവരാജ്യം എന്തെന്ന് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്ത് ചെയ്യുന്നില്ല? അടുക്കിലേക്ക് വരുന്നില്ല. അവരവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ ആലയങ്ങളിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാനും
അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തെ അറിയുവാൻ വേണ്ടി നമുക്ക് ഏക ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ഈ തിരുവചന വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയോ കേട്ട് മനസ്സിലാക്കുകയോ ചെയ്യുക. അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനങ്ങൾ എങ്ങനെയാണ് മനുഷ്യർക്ക് ലഭിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം ആദ്യമായിട്ട് മനുഷ്യരോട് സംസാരിക്കുന്നത് ആദാമിനോടാണ്. ആദാമിനോട് സംസാരിക്കുമ്പോൾ ആദാം ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടിരുന്നു. ആ വാക്യം വായിക്കും. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് ദൈവം പറയുന്ന കാര്യം കൃത്യമായിട്ട് ആദാമിന് കേൾക്കാമായിരുന്നു. ദൈവം ആത്മരൂപനായിട്ടാണ് ആദാമിന്റെ അടുക്കൽ വന്നത്, അല്ലാതെ മനുഷ്യരെ പോലെ ശരീരത്തോടു കൂടെ അല്ല വന്നതെന്ന് നമുക്ക് തിരുവചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിനുശേഷമുള്ള തലമുറകൾക്ക് ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയില്ലായിരുന്നു. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് നമുക്ക് മനുഷ്യർക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തിൻ്റെ വചനങ്ങളെ ലഭിച്ചത്. ആദ്യമായി ദൈവം സംസാരിക്കുന്നത് ആദാമിനോടാണ്. അതിനുശേഷം ആദാം പാപം ചെയ്യുകയും അതിനുശേഷം ഉരുവാക്കപ്പെട്ട തലമുറകളോട് ദൈവം സംസാരിക്കുന്നില്ല എന്നല്ല, ദൈവം സംസാരിക്കുന്നു. പക്ഷേ ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവിക തേജസ് ഇവർക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ദൈവം സംസാരിക്കുന്നത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. വായിക്കാം റോമർ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യരോട് ദൈവത്തിന്റെ പദ്ധതികളെ അറിയിക്കുവാൻ വേണ്ടി, അത് അവർക്ക് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ ഒരു അറിയിപ്പായിട്ട് കൊടുക്കുവാൻ വേണ്ടി ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ മനുഷ്യർക്ക് കഴിയാതെ പോയി. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളെ മനുഷ്യരോട് അറിയിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായി വന്നപ്പോൾ ദൈവം ചില മനുഷ്യരെ വേർതിരിച്ചിട്ട് അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. എല്ലാവരോടുമല്ല, ദൈവത്തിന് ബോധിച്ച ഇഷ്ടപ്പെട്ട മനുഷ്യരെ വിശദീകരിച്ചിട്ട് ദൈവം അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. പിന്നെ അവൻ അരുളി ചെയ്തത് എന്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവനെ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന്റെ അറിയിപ്പുകളെ മനുഷ്യരോട് അറിയിക്കേണ്ടതിന് ദൈവം ചില വ്യക്തികളെ, ചുരുക്കം ചില വ്യക്തികളെ വിശദീകരിച്ചിട്ട് അവരോട് സംസാരിക്കുമായിരുന്നു. എങ്ങനെയാണ്? ദർശനത്തിൽ ആദ്യം ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കും, എന്നിട്ട് അവരോട് സ്വപ്നത്തിൽ അരുൾ ചെയ്യും. നമ്മുടെ പ്രവാചക പുസ്തകങ്ങളിലെ ആമുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലല്ലോ, അപ്പൊ പിന്നെ എന്നോട് എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്? ഇവിടെ പ്രവാചകരുടെ പുസ്തകങ്ങളുടെ ആമുഖം വായിച്ചു കഴിഞ്ഞാൽ അവർ പ്രവചിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദർശനത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും സ്വപ്നത്തിൽ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ആദ്യം ദൈവം ചെയ്തിരുന്നത് അവരുടെ മേൽ
പ്രവചന ആത്മാവിനെ പകർന്നു കൊടുക്കും. അതായത് നമുക്കറിയാമല്ലോ, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തത് കൊണ്ട് ദൈവശബ്ദം, ദൈവം അറിയിക്കുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് വ്യക്തിപരമായി കേൾക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം വിശുദ്ധീകരിച്ച മനുഷ്യരുടെ മേല് പ്രവചനാത്മാവിനെ ആദ്യം ദൈവം പകർന്നു കൊടുക്കും. അത് പകർന്നു കൊടുക്കുന്നത് ദൈവത്തിന്റെ സാക്ഷ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവൻ എന്റേതാണ്, അല്ലെങ്കിൽ ഇവനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അർത്ഥമുള്ള തരത്തിൽ പ്രവചനാത്മാവിനെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ദൈവത്താൽ വിളിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവം വേർതിരിച്ചവരുടെ മേൽ ഈ ആത്മാവിനെ പകർന്നു കൊടുക്കുമ്പോൾ അതിനുശേഷം ദൈവം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? കേൾക്കാൻ പറ്റുമായിരുന്നു. ഇതിന് വ്യക്തമാക്കുന്ന ഒരു വചനഭാഗമായി വെളിപ്പാട് 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന്. ഇത് വെളിപ്പാട് കാണുന്ന യോഹന്നാന് ദൈവപുത്രൻ മുഖാന്തരം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു വചനഭാഗമാണ്. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്ക് സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കാം, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ. ക്രിസ്തുവിന് മുമ്പ് ദൈവം പ്രവചനാത്മാവിനെ ദൈവം വേർതിരിക്കുന്ന മനുഷ്യരുടെ മേൽ പകർന്നു കൊടുക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാമായിരുന്നു. ക്രിസ്തുവിന് ശേഷവും യേശുവിന്റെ ആത്മാവിനെ അതായത് ഒരിക്കലും വായിക്കാം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന്. അവസാന ഭാഗം വായിച്ചാൽ ദൈവത്തെ നമസ്കരിക്കാം, യേശുവിന്റെ സാക്ഷ്യമോ. ക്രിസ്തുവിന് മുമ്പ് ദൈവത്തിന്റെ സാക്ഷ്യമാണ് പ്രവചനാത്മാവ്. ക്രിസ്തു വന്നതിന് ശേഷം യേശുവിന്റെ സാക്ഷ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പ്രവചനാത്മാവിനെ നമ്മുടെ മേൽ പകർന്നു തരിക. ഈ പ്രവചനാത്മാവിനെ ദൈവം പകർന്ന് നമുക്ക് ലഭിച്ചാൽ പിന്നെ ദൈവം പറയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയും. വ്യക്തമാക്കുന്ന ഭാഗമാണ് നമ്മൾ നേരത്തെ പ്രവാചക പുസ്തകങ്ങളുടെ ആമുഖങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ കഴിയും. അത് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രഹിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരോടും ദൈവത്തിന് കാര്യങ്ങൾ അറിയിക്കുവാൻ പറ്റാതെ വന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? മറ്റൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. തിരുവഴുത്തിലെ പ്രവചന വാക്യങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാക്കപ്പെട്ടതല്ല എന്നും ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ഈ ബൈബിളിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഈ ബൈബിൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം അറിയേണ്ടത് ദൈവത്തിന്റെ വചനങ്ങൾ എങ്ങനെയാണ് മനുഷ്യർക്ക് ലഭിച്ചത്. എങ്ങനെയാണ് വായിക്കാം. ഈ പ്രവചന വാക്യങ്ങളൊന്നും ഒരു ഇത് എഴുതിയ മനുഷ്യന്റെ ഇഷ്ടത്താൽ എഴുതപ്പെട്ടതല്ല. പ്രവചനങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ്. അതിനെവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രവചന ആത്മാവിലൂടെ ദൈവത്തിന്റെ കാര്യങ്ങളെ ദൈവജനത്തോട് അറിയിക്കുവാൻ ദൈവം പദ്ധതി ആവിഷ്കരിച്ചു. അങ്ങനെയാണ് ഈ ബൈബിളിൽ കാണുന്ന ഓരോ വചനങ്ങളും ദൈവത്തിൻ്റെ വചനങ്ങളായി നാം കേൾക്കുകയും വായിച്ച് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ കാര്യാദികളെ തൻ്റെ ജനത്തോട് ദൈവം എന്ത് ചെയ്തു? അറിയിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഇസ്രായേൽ ജനങ്ങളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കൊക്കെ വചനം ലഭിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വചനത്തെ കേൾക്കുന്നതിലല്ല,
ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാക്കുന്നതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ വചനങ്ങൾ നമുക്ക് ലഭിക്കുക, യേശു പറഞ്ഞതുപോലെ എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുക. അപ്പോൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അറിവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോഴാണ് അത് നമ്മുടെ ആത്മാവിന് പതിയപ്പെടുന്നത്. കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഉള്ളിലെ ആത്മാവിന്മേൽ എന്ത് ചെയ്യണം? ദൈവത്താൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അങ്ങനെയുള്ള ഈ വചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിന് നമ്മൾ ആദ്യമേ നമ്മൾ രോഗിയായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, കാര്യസാധ്യത്തിന് വേണ്ടി അല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിന്റെ കാര്യം സാധിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം, കാരണങ്ങൾ കൂടാതെ ദൈവത്തോട് ആരും അടുക്കില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലോ ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വെറും കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ അടുത്തതുകൊണ്ടൊരു പ്രയോജനമില്ല. ദൈവത്തിനും പ്രയോജനമില്ല, അടുക്കുന്ന നമുക്കും പ്രയോജനമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാകണമെങ്കിൽ ലേവിയുടെ പുസ്തകം 11-ാം അധ്യായത്തിന് 44-ാം വാക്യം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. അതായത് നാം ദൈവത്തിന്റെ അടുക്കൽ എന്താവശ്യത്തിനാകട്ടെ കടന്നു പോകുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാകരുത്. ദൈവത്തെ അറിയുവാനും ദൈവം എന്തൊക്കെയാണോ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, അത് ആത്മീയമായാലും ഭൗതികമായാലും അത് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ കടന്നു പോകേണ്ടതിന് നമ്മൾ ഇസ്രായേൽ ജനങ്ങളോട് ദൈവം പറഞ്ഞത് എന്താണ്? ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പോൾ വിശുദ്ധി പ്രാപിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ദൈവവചനം പറയുമ്പോൾ പലരും സംശയിക്കുകയും അത് എന്നോട് ചോദിക്കുകയും ചെയ്തത്, അങ്ങനെയെങ്കിൽ ഈ ലോകമെമ്പാടും രോഗസൗഖ്യങ്ങൾ പ്രാപിക്കുന്നവരുണ്ട്, പ്രശ്ന പരിഹാരങ്ങൾ പ്രാപിക്കുന്നവരുണ്ട്, അവരെല്ലാവരും വിശുദ്ധനായിട്ടാണോ ഇത് പ്രാപിക്കുന്നത് എന്നൊരു ചോദ്യം പലരുടെ ഹൃദയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രോഗസൗഖ്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വിശുദ്ധീകരണം പ്രാപിച്ചിട്ടാണോ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ രോഗസൗഖ്യത്തെ സംബന്ധിച്ച് യെശയ്യാവ് ഒരു ദർശനത്തിൽ, ദൈവം കൊടുത്തിരിക്കുന്ന ദർശനത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മർമ്മം അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു സത്യം വെളിപ്പെടുത്തുകയുണ്ടായി. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, അപ്പോൾ അവൻ അരുളിച്ചെയ്തത്, യേശുവിനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ യേശുവിനോട് പറയുന്ന തരത്തിലുള്ള ഒരു ദർശനമാണ്. അപ്പോൾ അവൻ അരുളിച്ചെയ്തത്, ദൈവം അരുളിച്ചെയ്തത്, നീ ചെല്ലുക, ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ചെല്ലുക, ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ട് തിരിച്ചറിയില്ല എന്ന് പറഞ്ഞാൽ യേശുവിനോട് പറയുകയാണ്, നീ ഭൂമിയിൽ ചെല്ലുക, പക്ഷെ അവിടെ ചെന്നാലും നിന്റെ ശബ്ദം കേട്ട്, നിന്റെ വാക്കുകൾ കേട്ട് ഇവൻ വാസ്തവമായി ദൈവത്തിന്റെ പുത്രനാണെന്ന് എന്ത് ചെയ്യില്ല, ഇസ്രായേൽ ജനങ്ങൾ തിരിച്ചറിയില്ല. നിങ്ങൾ ഇസ്രായേൽ ജനങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ണാലെ കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇത് ദൈവപുത്രനാണെന്ന് ഒരിക്കലും ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ, ഇത് ദൈവത്തിന്റെ ഒരു കൽപ്പനയാണ്. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ, ചെവി കൊണ്ട് കേൾക്കുകയോ, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ, മനസ്സ് തിരിഞ്ഞ്, വളരെ ശ്രദ്ധിക്കുക,
മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയത്തെ തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഇതൊരു ന്യായവിധിയുടെ ഒരു കൽപ്പന പോലെയാണ്. ഇത് വിശ്വാസികൾ ശ്രദ്ധിക്കാറില്ല. എൻ്റെ ശ്രദ്ധയിൽ ഇത് ആരും ചോദിച്ചതായിട്ടുള്ള ഒരു അനുഭവമില്ല. ഇത് ഏറ്റവും കൂടുതൽ വളരെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു വാക്യമാണ്. അതായത് യേശുവിനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനങ്ങളും യേശുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. മകനെ, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, മകനെ നീ പോവുക. പക്ഷെ ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ നീ പോയാലും അവർ നിന്റെ ശബ്ദം കേൾക്കും, പക്ഷെ നിന്നെ അംഗീകരിക്കില്ല, നിന്റെ വാക്കിനെ അവർ ശ്രദ്ധിക്കുകയില്ല. നിന്നെ കണ്ണാൽ അവർ കാണും, പക്ഷെ ഒരിക്കലും നീ എൻ്റെ പുത്രനാണെന്ന് അവർ എന്ത് ചെയ്യില്ല, ഗ്രഹിക്കില്ല. മാത്രമല്ല അവർ മനസ്സ് തിരിഞ്ഞെന്ത് ചെയ്യില്ല, നിന്റെ നിന്നും സൗഖ്യം പ്രാപിക്കുകയുമില്ല. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ലോകത്ത് പലവിധമായ രോഗസൗഖ്യങ്ങളും പലവിധമായ അത്ഭുത പ്രവൃത്തികളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഒരു സത്യം മനസ്സിലാക്കുക. നമ്മുടെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. ദൈവം ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നത് എന്താണ്? ഞാൻ വിശുദ്ധനായതുകൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ വിശുദ്ധി ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് സൗഖ്യമാകുന്നത്? അത് ദൈവിക സൗഖ്യമാകുന്നത് എങ്ങനെയാണ്? ദൈവം പറഞ്ഞ എന്താണ്? ഞാൻ വിശുദ്ധനാണ്, അതുകൊണ്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നിങ്ങളും എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധിയുള്ളവരായിരിക്കണം. അപ്പോൾ പിന്നെ ലോകത്ത് എമ്പാട് നടക്കുന്ന രോഗസൗഖ്യം എന്ന് പറയുന്നത് എന്താണ്? മനം തിരിഞ്ഞ് സൗഖ്യമാകാതിരിക്കേണ്ടതിന് അവർക്ക് അവരുടെ ഹൃദയത്തെ എന്ത് ചെയ്യാൻ പറഞ്ഞു? അടച്ചു കളയുക. എന്താണ് അടയ്ക്കുന്നത്? ഹൃദയത്തെ ദൈവതമ്പുരാൻ അടച്ചത് എന്താണ്? നിങ്ങൾ സ്വാർത്ഥരാണെങ്കിൽ, നിങ്ങൾ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് യേശുവിന്റെ അടുക്കൽ വരുന്നതെങ്കിൽ ദൈവം തമ്പുരാൻ ഒരു ന്യായവിധി അങ്ങനെയുള്ളവരുടെ മേൽ വെക്കുകയാണ്. നീ സൗഖ്യമാകും, പക്ഷെ നീ ദൈവത്തെ നീ എന്ത് ചെയ്യില്ല, ഒരിക്കലും അറിയുകയില്ല. ഇത് വേദനയോടുകൂടെ പറയേണ്ട ഒരു വാക്യമാണ്. കാരണം നമ്മുടെ ഒരുപാട് വിശ്വാസികൾ സൗഖ്യം പ്രാപിച്ചിട്ട് സാക്ഷി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ദൈവം സൗഖ്യം തന്നു, ഞാൻ തീർച്ചയായിട്ടും ദൈവരാജ്യത്ത് പോകുമെന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. യാഥാർത്ഥ്യം എന്താണ്? നീ സൗഖ്യമാകുന്നത് ദൈവം വിശുദ്ധനായതുകൊണ്ട്, നീയും വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്താൽ നീ സൗഖ്യമായാൽ നിനക്ക് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും. നിന്റെ ഹൃദയം അടയപ്പെടുകയില്ല. ഹൃദയം അടയുക എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു എന്ന് പറയുന്ന ദൈവപുത്രൻ ആത്മരൂപനായി നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ കഴിയാത്ത തരത്തിൽ നിന്റെ ഹൃദയത്തെ അടയ്ക്കുകയാണ്. അതുകൊണ്ട് രോഗസൗഖ്യം പ്രാപിക്കേണ്ടത് ദൈവത്താലാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ട് നാം ഓരോരുത്തരും വിശുദ്ധരായി തീർന്നിട്ടാണ് രോഗസൗഖ്യമോ നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ. ഇല്ല എങ്കിൽ നമുക്കുള്ള അപ്പോഴത്തെ അവസ്ഥയ്ക്ക് നമുക്കൊരു വ്യത്യാസം കിട്ടിയെന്നിരിക്കാം. പിന്നെ ഒരിക്കലും നമുക്ക് ദൈവത്തെയോ ദൈവപുത്രനെയോ ദൈവരാജ്യത്തെക്കുറിച്ചോ നമുക്കറിയുവാൻ കഴിയുകയില്ല. ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി അത്ഭുത പ്രവൃത്തികളിലൂടെ രോഗസൗഖ്യം പ്രാപിച്ച പലരെയും ഞാൻ സമീപിച്ച് ചോദിച്ചു, ദൈവത്തെ അറിയാമോ? യേശുവിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളത്? അവർക്കാർക്കും യേശുവിനെ അറിയില്ല, ദൈവത്തെ അറിയില്ല, ദൈവരാജ്യത്തെക്കുറിച്ചും അറിയില്ല. കാരണം എന്താണ്? ഈ വചന നിവർത്തി രഹസ്യമായി ലോകത്ത് നടക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ല. എന്താണ് ഈ പ്രവൃത്തി? മനം തിരിഞ്ഞ് സൗഖ്യമാകാതിരിക്കേണ്ടതിന് നീ മാനസാന്തരപ്പെട്ടിട്ടാണ് നീ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ അന്തരംഗത്തിൽ വസിക്കേണ്ടവൻ വസിക്കും. നിന്റെ ആത്മാവിന്മേൽ ദൈവപുത്രൻ എന്ത് ചെയ്യും? മരിച്ചുയർത്തെഴുന്നേറ്റ് പോയ യേശു ജീവിപ്പിക്കുന്ന ആത്മാവായിട്ടാണ് കടന്നുപോയത്. ആ ആത്മാവ് നിന്റെ ആത്മാവിന്മേൽ വാസം ചെയ്യുമെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരു സൗഖ്യത്തെ വെച്ചിട്ടല്ല നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദൈവം പറഞ്ഞൊരു വാക്യമാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ദൈവത്തിൽ നിന്നാണ് സൗഖ്യം പ്രാപിക്കേണ്ടതെങ്കിൽ, ദൈവത്തിൽ നിന്നാണ് കാര്യങ്ങൾ സാധിക്കേണ്ടതെങ്കിൽ ആദ്യം നമ്മൾ മാനസാന്തരപ്പെടണം.
നമ്മൾ വിശുദ്ധിയോടുകൂടെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവിക സൗഖ്യം വരികയുള്ളൂ. അല്ലാത്ത സൗഖ്യങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിലെ സൗഖ്യമാണ്. ആ സൗഖ്യം പ്രാപിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യാണ്? അടയ്ക്കുകയാണ്. എന്തുകൊണ്ട് അടയ്ക്കുന്നു? നീ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച യേശുവിനെ, ദൈവത്തെ നീ ഹൃദയം കൊണ്ട് അറിഞ്ഞാലും എന്ത് ചെയ്യില്ല? അംഗീകരിക്കില്ല. കണ്ണുകൊണ്ട് കണ്ടാലും നീ എന്ത് ചെയ്യില്ല? അത് ഗ്രഹിക്കുകയില്ല. കാരണം എന്താണ്? നീ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത് കൊണ്ടാണ്. അതിനെ സ്വാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ആർക്കും ദൈവത്തെയോ ദൈവപുത്രനെയോ കുറിച്ച് അറിയാൻ കഴിയാതെ ഹൃദയമടഞ്ഞ് വ്യർത്ഥമായി അവർ സ്വപ്നം കാണുകയാണ്, ഞാൻ ദൈവരാജ്യത്ത് പോകുന്നു. ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയുന്നത്? ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വചനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വിശുദ്ധീകരണം പ്രാപിക്കേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് എന്തോ നടന്നോട്ടെ, നമുക്ക് ദൈവത്താൽ ലഭിച്ച വചന നിമിത്തം നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം വിശുദ്ധനാകയാൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായിരിക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്താൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് വിശുദ്ധി പ്രാപിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ്? 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ദൈവത്താൽ വിശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ സകലതും ദൈവത്തോട് ഏറ്റുപറയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തെ ക്ഷമിച്ചു തരുവാൻ ദൈവം നീതിമാനാണ്, വിശ്വസ്തനാണ്. ഈ വിഷയത്തിൽ ദൈവം യഹൂദനെന്നോ യവനനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അങ്ങനെ ഒരു വേർതിരിവും ദൈവം എന്ത് ചെയ്യുന്നില്ല, കാണിക്കുന്നില്ല. ഏറ്റുപറയുവാനുള്ളൊരു മനസ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ആ പറയുന്ന മനുഷ്യന്റെ ആത്മഭാരവും അനുതാപ ചിന്തയും അനുതാപത്തിൽ നിന്ന് ഉരുവാക്കുന്ന കണ്ണുനീരിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തത് നമ്മുടെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ഈ തെറ്റിന്റെ അടിമയായിപ്പോയി ഞാൻ, അതുകൊണ്ടാണ് അലട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനപ്രകാരം ഏറ്റുപറയുമ്പോൾ ഇതെങ്ങനെയാണ് പാപം അഴിഞ്ഞു കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നത്? ദൈവം നമ്മോട് എന്ത് ചെയ്യും? അതുവരെ ഇല്ലാത്ത തരത്തിൽ നമുക്ക് ആശ്വാസവും ദൈവികമായ ഇടപെടലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പ്രവർത്തിച്ചു പോയ തെറ്റുകൾ പിന്നെ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ എന്ത് വരില്ല, നമ്മുടെ ഹൃദയത്തെ അലട്ടുന്ന തരത്തിൽ ഓർമ്മകൾ ഉണ്ടാകില്ല. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, എന്തായാലും ഈ പാപം ദൈവം ക്ഷമിച്ച് പോകുന്നു. അതിനുശേഷം പാപമില്ലാത്ത മനുഷ്യനോട് എങ്ങനെയാണോ ഇടപെടുന്നത് അതുപോലെ ദൈവം ഇടപെടുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. മറ്റൊരു വചനം വായിക്കാം. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ഒരു മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇത് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് ആഹാരം കഴിച്ച് അശുദ്ധമായാൽ ഉള്ള അതിനുള്ളൊരു മാർഗമാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും ഏത് മാർഗത്തിലാണോ അശുദ്ധമാകുന്നത് ആ അശുദ്ധിയെ മാറ്റുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വചന സത്യമാണ്. ദൈവവചനത്താലും പ്രാർത്ഥനയാലും ഒരുവൻ വിശുദ്ധീകരണം പ്രാപിക്കുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു മോഷണം നടത്തി, ചെറിയൊരു മോഷണമാണ്, ഒരാൾ ഞാൻ നടത്തുകയാണ്. അപ്പോൾ നടത്തുമ്പോൾ എനിക്ക് പാപബോധം ഉണ്ടായിരുന്നു, എന്തായാലും അത് മോഷിച്ചു പോകും. ഞാൻ എങ്ങനെയാണ് ദൈവവചനത്താലും പ്രാർത്ഥനയാലും ഇത് വിശുദ്ധീകരണം പ്രാപിക്കുന്നത്? അപ്പോൾ ദൈവവചനപ്രകാരം മോഷണം കുറ്റകരമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവമേ, ഞാൻ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളറിയാതെ ഒരു നിസ്സാരമായ ഒരു സാധനം എടുത്തു പോയി കർത്താവ്. അപ്പോൾ ആ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരികയാണ്.
മോഷണം കുറ്റമാണ്. അപ്പോൾ അത് ഏറ്റു പറയുകയാണ്, ഏറ്റു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവെ, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കില്ല, അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവും കൂടെയാണ് എന്ന് പറഞ്ഞ് ഞാൻ നല്ലവനാകുന്നു, ഞാൻ നിമിത്തം എൻ്റെ കുടുംബത്തിലുള്ളവർ നല്ലവരാകുന്നു. അങ്ങനെ ഒരു പാപമോചനം കിട്ടുമ്പോൾ ആ കുടുംബത്തിൽ ദൈവകൃപ വരികയാണ്. നമുക്കറിയാമല്ലോ, നോഹ മുഖാന്തരം അവൻ്റെ സകല കുടുംബാംഗങ്ങളും എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ ദൈവസന്നിധിയിൽ നിന്നും പാപമോചനം ലഭിച്ചാൽ അവർ നിമിത്തം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും ഉണ്ടാകും. അത് നമുക്ക് അതിന് വചനത്തിന് തെളിവുകളുണ്ട്. അപ്പോൾ ഈ രീതിയിലും ദൈവത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കഴിയും. അല്ലാതെ യേശു പറഞ്ഞൊരു വാക്യം നമ്മൾ നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. യേശു പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാണ്. പിതാവേ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? യേശു പറയുകയാണ്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. എന്താണ് ഈ സത്യം എന്ന് യേശു തന്നെ പറയുകയാണ്. എന്താണ് ഈ സത്യം? എന്താണ്? ഈ വചനങ്ങളൊക്കെയും സത്യമാണ്. ഈ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ സത്യവചനങ്ങളെ ലഭിച്ചിട്ട് അതനുസരിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുകയാണ്? ആ സമയം തന്നെ വിശുദ്ധി പ്രാപിക്കുകയാണ്. ഇതിന് തെളിവുണ്ടോ? നമുക്ക് നോക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ. നമ്മൾ നേരത്തെ വായിച്ചത് എന്താണ്? പാവങ്ങൾ ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കും, ചെയ്ത പ്രവൃത്തികളെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് ദൈവവചനത്താലും പ്രാർത്ഥനയാലും. ദൈവവചനത്താൽ എന്ന് വെച്ചാൽ ദൈവവചനത്തെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏറ്റുപറയുന്നത്. പലരും ചിലരൊക്കെ ചിന്തിക്കുന്നത് എൻ്റെ പാപം ക്ഷമിച്ചു എന്ന് വിശ്വസിച്ചാൽ പാപം ക്ഷമിക്കുമെന്നാണ്. ഇതൊക്കെ നമ്മുടെ വിശ്വാസികളെ ചതിക്കുന്നതാണ്. അങ്ങനെ വിശ്വസിച്ചാൽ പാപം ക്ഷമിക്കില്ല. എങ്ങനെ? എൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഞാൻ തന്നെ വിശ്വസിച്ചാൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല. അതൊക്കെ വ്യർത്ഥമായ കാര്യങ്ങളാണ്. അങ്ങനെയല്ല, നമ്മൾ ആ പാപത്തെ ഏറ്റുപറയണം, ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ട് അത് ഉപേക്ഷിക്കണം. ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളൊരു ഉടമ്പടി എടുക്കണം. അതുകൊണ്ടാണ് നമുക്ക് പ്രയോജനകരമാകുന്നത്. ഇവിടെ യേശു പറഞ്ഞ എന്താണ്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അങ്ങയുടെ വചനങ്ങളൊക്കെയും സത്യമാണ്. അത് ആരാണോ ഈ സത്യമായ വചനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ആത്മാവിന്മേൽ എഴുതപ്പെടുന്ന തരത്തിൽ ആരാണോ യേശു പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകരിലൂടെ ദൈവം അറിയിച്ച കാര്യങ്ങൾ ആരാണോ അതിനെ ഉൾക്കൊള്ളുന്നത്, ആ ഉൾക്കൊള്ളുന്ന മാത്രയിൽ തന്നെ നിനക്ക് എന്തുണ്ടാകുന്നു? ഒരു വിശുദ്ധീകരണം ഉണ്ടാകുന്നു. വ്യക്തമായൊരു തെളിവ് വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും. യേശു പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗുരുവായ യേശുവിന്റെ വാക്കുകൾ യേശുവിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഹൃദയപൂർവ്വം ഗ്രഹിച്ച് അതിനെ ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ വിശ്വസിച്ചു, അല്ലെങ്കിൽ അംഗീകരിച്ചു. ഈ അംഗീകരിച്ച മാത്രയിൽ തന്നെ യേശു അവരെ നോക്കി പറയുകയാണ്. വായിക്കാം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മൾ നിരവധി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വിധി പറയുകയാണ്. ഈ പ്രസംഗം കൊള്ളാം, ഇന്ന ആള് പ്രസംഗിച്ചാൽ കൊള്ളാം. പക്ഷെ നിന്റെ അന്തരംഗത്തിൽ എഴുതപ്പെടുന്നുണ്ട് ഓരോ വാക്കുകളും. അങ്ങനെ എഴുതപ്പെട്ടാൽ മാത്രമേ അത് നിനക്ക് ഗുണകരമാകുകയുള്ളൂ. യേശുവിന്റെ നാമത്തിലല്ല സൗഖ്യം പ്രാപിക്കേണ്ടത്, യേശുവിനാൽ തന്നെയാണ് സൗഖ്യം പ്രാപിക്കേണ്ടത്. ദൈവനാമത്തിലല്ല നമ്മൾ പലതും പ്രാപിക്കേണ്ടത്, ദൈവത്താൽ പ്രാപിക്കണം, ദൈവത്തിന്റെ കരത്താൽ പ്രാപിക്കണം. അതാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ആദ്യം ദൈവത്താൽ വിശുദ്ധീകരണം പ്രാപിക്കുക. ദൈവം വിശുദ്ധനായതുകൊണ്ട് നാമും വിശുദ്ധരായിരിക്കുക. വിശുദ്ധരാകുവാൻ വേണ്ടി ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അവകാശമുള്ളത്. ദൈവത്തിൻ്റെ
എല്ലാ ദാനങ്ങൾക്കും അവകാശികൾ മനുഷ്യരാണ്. പക്ഷെ നമ്മൾ ഒന്ന് ചെയ്യണം, നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം. മനുഷ്യ ബന്ധങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യരുടെ ഒരു കൂട്ടായ്മയുടെ സ്നേഹത്തെ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനുഷ്യൻ്റെ സ്നേഹത്തിലൂടെയൊക്കെയാണ് ഐക്യത വരുന്നത്. ഇങ്ങനെയൊക്കെ ഐക്യത വന്നാൽ മാത്രമേ ദൈവത്തിന് വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ്? വിശുദ്ധീകരണം പ്രാപിക്കാതെ, ദൈവവുമായൊരു ബന്ധം സ്ഥാപിക്കാതെ ആർക്കും ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാൻ കഴിയില്ല. അല്ലാതെ പ്രാപിക്കുന്നുവെങ്കിൽ അത് ഈ ലോകത്തിലുള്ളത് നിനക്ക് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവത്താൽ തരുന്നതായിരിക്കാം. പക്ഷേ ഒരിക്കലും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നതല്ല. അപ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഈ യഥാർത്ഥ വചനങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും ഗ്രഹിക്കുകയും അത് നമ്മുടെ ആത്മാവിന്മേൽ, നമ്മുടെ അന്തരംഗത്തിൽ എഴുതപ്പെട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ ദൈവത്താൽ വിശുദ്ധീകരണം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വായിച്ചു കേട്ട വാക്യം എന്താണ്? സംഖ്യ 12:6. പിന്നെ അവൻ അരുളി ചെയ്തത് എന്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. നമ്മൾ പ്രവാചകരെന്ന് പറഞ്ഞ് അവരുടെ വാക്ക് കേട്ട് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കേണ്ട കാര്യമില്ല. എത്ര പെൺകുട്ടികളാണ് വിവാഹം നടക്കാതെ ആലോചനകൾ കേട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ആർക്കും അറിയില്ല. നമ്മൾ മറ്റുള്ളവരുടെ വാക്കിൽ ചതിക്കപ്പെടുന്നത് എന്തിനാണ്? നാം ദൈവസന്നിധിയിൽ വിശുദ്ധി പ്രാപിച്ചാൽ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, നമ്മോട് വ്യക്തിപരമായി സംസാരിക്കുന്നതാണ്. എന്നോട് സംസാരിക്കുവാൻ മടി കാണിച്ചിട്ട് ദൈവം പ്രവാചകരിലൂടെ അറിയിക്കുന്നതല്ല. നിങ്ങൾ അബ്രഹാമിനെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പൂർവികന്മാരുടെ ചരിത്രങ്ങൾ നോക്കി നോക്കും. ദൈവം നേരിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ നേരിട്ട് സംസാരിക്കുന്ന ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം ഇപ്പോഴും ഉള്ളത്. 3-ാം സ്ഥാനം ഒരാളിലൂടെ സംസാരിച്ച് നിരവധി ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവം വിശുദ്ധനായതുകൊണ്ട് നാം വിശുദ്ധരായിരിക്കുക. വിശുദ്ധരായതിനു ശേഷം രോഗസൗഖ്യം, ഭൂതസൗഖ്യം, പ്രതികൂലങ്ങളുടെ വിടുതൽ അങ്ങനെ പ്രാപിച്ചാൽ നിനക്കും ആ ദൈവത്തിനുമായി ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും. നിന്റെ ഹൃദയത്തെ അടയ്ക്കില്ല. നിന്നെക്കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയും നിന്റെ ജീവിതത്തിൽ ഭൂമിയിൽ വെച്ചും പ്രാപിക്കാം, സ്വർഗീയമായതും നിനക്ക് പ്രാപിക്കാം. അങ്ങനെ ഓരോരുത്തരും അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവവചന പ്രകാരം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായി.